ചായ വേണോ മോളെ? വേണ്ട. എനിക്കൊരു ഉപകാരം ചെയ്യോ? ഞാൻ ഇവരോടൊക്കെ ചോദിച്ചു. എന്റെ ബാഗ് കളഞ്ഞു പോയതാ. ഒരു 400 രൂപ തരാനുണ്ടോ? എൻ്റെ പൊന്നു മോളെ, മോളുടെ ചോദ്യം കേൾക്കുമ്പോൾ ഇക്കാക്ക് തരണമെന്നുണ്ട്. പക്ഷേ ഈ രാത്രി കച്ചവടം കഴിയുമ്പോൾ അടവുകാർ വരും. അവന്മാർക്ക് സമയത്തിന് കാശ് കൊടുത്തില്ലെങ്കിൽ അവന്മാർ സൈക്കിളും സാധനങ്ങളും എല്ലാം പിടിച്ചു വാങ്ങിക്കൊണ്ട് പോകും. അവർക്ക് കൊടുക്കാനുള്ളത് എൻ്റെ കയ്യിലുണ്ട്. ദേ അയാൾ വന്നു. മോള് നിൽക്കി, ഞാൻ അയാളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. എന്താടാ കരീമേ, കച്ചവടമൊക്കെ ഉണ്ടോ? കുറവാ. നിന്റെ കച്ചവടം കൂടുകയോ കുറയോ? എന്റെ കാശെടു. ഇതാ വെച്ചോ. ഇതാരാ? ഈ കൊച്ചി നാട്ടിലേക്ക് പോകാൻ വണ്ടിക്കൂലി ഇല്ലാതെ നിൽക്കുക. ഒരു 400 രൂപ ഈ കൊച്ചിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ നാളെ അങ്ങ് തിരിച്ചു തരാം. എന്താ വെച്ചേ, ഇയാള് പറഞ്ഞ സത്യമാണോ? അതെ. കാശ് തരാം. ഈട് വെച്ചാ കാശ് തരാം. എന്തെങ്കിലും ഉണ്ടോ തരാൻ? ഇതിന്റെ ബാഗൊക്കെ ആരോ പിടിച്ചു പറിച്ചോണ്ട് പോയില്ലേ? അതിനെന്താ, കഴുത്തിൽ നല്ലൊരു താലി കിടക്കുന്നുണ്ടല്ലോ. 400 ആക്കണ്ട, 5000 10,000 എത്ര വേണമെങ്കിലും തരാം. ഊരി എടുക്കുവച്ചേ. കാശ് തിരികെ കിട്ടുമ്പോ ഇയാളെ കൊടുത്തേക്കാം. എന്താടാ സെൽവ, ആരെയാ നീ വരട്ടുന്നേ? കഴുത്തി കിടക്കുന്നത് ഊരി തരാൻ ഞാൻ പറഞ്ഞു. ഈട് തരാതെ കാശ് കൊടുക്കാൻ എനിക്കെന്താ പ്രാന്താണോ? നീ പോയേ. കണ്ടിട്ട് കൊള്ളാവുന്ന കുടുംബത്തിലെ ആണല്ലോ. എന്തെങ്കിലും കുഴപ്പപ്പിച്ചിട്ട് വന്നേണോ കൊച്ചേ? അയ്യോ, സത്യമായിട്ടല്ല. ഇത് വെച്ചോ. ഇത്രയും വേണ്ട. ഇരുന്നോട്ട് വച്ചേ. ഫോൺ നമ്പർ ഒന്നും വേണ്ട. എനിക്കും ഉണ്ട് ഇതുപോലെ 3-4 പെമ്പിള്ളേര്. പെട്ടെന്ന് വീട്ടിൽ പോ നോക്ക്. മോള് വാ വാ. മനോജേ, എന്താ ചേച്ചി? ഈ കൊച്ചിനെ ഒന്ന് ബസ് സ്റ്റാൻഡിലാക്കി കൊടുക്ക്. ശരി. ഞാൻ ഒരുപാട് ആളുകളോട് ചോദിച്ചു. ചേച്ചി അല്ലാതെ ആരും ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറായില്ല. എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മോള് പൊയ്ക്കോ. മനുഷ്യന് ഉപകാരം ഉണ്ടാവുമ്പോഴേ കാശ് കാശാവത്തുള്ളൂ. ഞാൻ അങ്ങനെയാ പഠിച്ചിരിക്കുന്നെ. ചെല്ലു മോളെ. എന്താ ചേട്ടാ? കുഴപ്പമൊന്നുമില്ല, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, അതാ. അയ്യോ, അപ്പൊ ഇനി എന്ത് ചെയ്യും? അത് ഈ നേരത്തിന് ഇതുവഴി വണ്ടിയൊന്നും പ്രതീക്ഷിക്കണ്ട. അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും വണ്ടിയിൽ കയറ്റിവിടായിരുന്നു. ചേട്ടാ അറിയാലോ, കൊറേ പ്രശ്നം കഴിഞ്ഞിട്ടാ ഞാൻ വരുന്നത്. എങ്ങനെയെങ്കിലും എന്നെ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേ പറ്റൂ. അത് മോളെ, ഇവിടെ അടുത്ത് വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്ന ഒരുത്തനുണ്ട്. ഇവിടെ തൊട്ടടുത്താ. ഞാൻ വേണമെങ്കിൽ അവിടം വരെ പോയി അവനെ വിളിച്ചോണ്ട് വരാം. എന്നാ ഞാനും കൂടെ വരാം. അത് വേറൊന്നുമല്ല, മോൾക്ക് വരാൻ പറ്റിയൊരു ഏരിയ അല്ല, കുറച്ച് കുഴപ്പം പിടിച്ച സ്ഥലമാണ്.
വണ്ടി തന്നെ ഇരുന്നാ മതി, ഞാൻ പെട്ടെന്ന് വിളിച്ചോണ്ട് വരാം. മോള് വണ്ടി തന്നെ ഇരുന്നോ, കഷ്ടിച്ചോ 2 മിനിറ്റ് മതി, ഞാൻ അയാളെ കൂട്ടി വരാം. ആ മാഡം ആണെങ്കിൽ ഇപ്പൊ എത്തും. ആ പെണ്ണ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായെന്ന് പറഞ്ഞ അവരുടെ സ്വഭാവം മാറും. അവളെ കണ്ടു കിട്ടിയില്ലെങ്കിൽ അവരുടെ മുമ്പിൽ ചെന്ന് ചാടാനൊന്നും നിൽക്കണ്ട, നമുക്ക് മുങ്ങിയേക്കാം. അതന്നെ. എടാ, അവളല്ലേ ഇത്? നിങ്ങളല്ലേ AC മെക്കാനിക്കുകളുടെ വേഷത്തിൽ വന്ന് വീട്ടിൽ കയറി മോഷ്ടിച്ചത്? ഏയ്, നിക്കടാ അവിടെ. ഏയ്, നിൽക്കാനാ പറഞ്ഞേ. ഏയ്, നിൽക്ക്. ഏയ്, നിക്ക്. ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലേ? അതെ മാഡം, ഞങ്ങൾ രണ്ടുപേരും ഇവളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. എടുത്ത് വണ്ടിയിൽ ഇടവിള.